വിശുദ്ധമായ റമദാൻ, ആ റമദാനിൻ്റെ ആത്മീയ ചൈതന്യം നഷ്ടപ്പെടാതെ അൽഹംദുലില്ലാഹ് നമ്മളെല്ലാവരും വിശുദ്ധമായ ശവ്വാലിലേക്ക് പ്രവേശിച്ചു. ഈ ഒരു സമയത്ത് വിശുദ്ധമായ റമദാനിൽ നമ്മൾ ആർജിച്ചെടുത്ത, നമ്മൾ നേടിയെടുത്ത ആ ഈമാനികമായ ആവേശം, ആ ഒരു ഇബാദത്തിൻ്റെ ആ ഒരു രസം, സുഖം, അതിങ്ങനെ നഷ്ടപ്പെടാതെ എങ്ങനെ നമുക്കിനിയുള്ള കാലം ജീവിക്കാം? പരിശുദ്ധമായ ശവ്വാൽ മാസത്തിലാണ് നമ്മളുള്ളത്. ശവ്വാൽ മാസത്തിൽ ഒരു 6 നോമ്പ് സുന്നത്തുണ്ടല്ലോ. ആ 6 നോമ്പിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്? അത് നമ്മളെ ഇടങ്ങേറാക്കാനാണോ ഈ 6 നോമ്പ്? 6 നോമ്പ് പിടിച്ചാലുള്ള കൂലി എന്താണ്? എങ്ങനെയാണ് ഈ 6 നോമ്പ് പിടിക്കേണ്ടത്? അതുപോലെ ഈ റമദാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പുണ്ടല്ലോ, ആ നോമ്പ് ഈ 6 നോമ്പിൻ്റെ കൂടെ ഖളാ വീട്ടാമോ? തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾക്കുള്ള മറുപടി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കുന്നതോടൊപ്പം തന്നെ ഒരു ചെറിയ സ്വലാത്ത്, ഈ പരിശുദ്ധമായ ഈ ഒരു സമയത്ത് ഇൻഷാ അല്ലാഹ് ഈ ഒരു സ്വലാത്ത് നമ്മൾ പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വമ്പൻ 3 പ്രതിഫലങ്ങളാണ്. ആ പ്രതിഫലങ്ങൾ ഏതാണ് ആ സ്വലാത്ത്, എപ്പോഴാണ് പറയേണ്ടത്, അത് പഠിക്കുന്നതോടൊപ്പം നമുക്ക് ഒരു കാര്യം കൂടി പഠിക്കാം. എന്ത്? ഈ ശവ്വാൽ മാസത്തിൽ ഏതൊക്കെ മഹത്തുക്കളാണ് മരണപ്പെട്ടു പോയത്? നമുക്ക് വേണ്ട ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയ മാസമാണ് ഈ ശവ്വാൽ മാസം. ശവ്വാൽ മാസം ഉസ്താദെ, ഞങ്ങൾ വീട് പണി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു, പറ്റിയ മാസമാണോ? ശവ്വാൽ മാസം നഹ്സിന്റെ മാസമാണോ? ശവ്വാൽ മാസത്തിൽ കല്യാണം നടത്താമോ? വീട് താമസം നടത്താമോ? അതുപോലെ പുതിയ വാഹനം എടുക്കാമോ? പുതിയ കട തുടങ്ങാമോ? തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ. എല്ലാത്തിനുമുള്ള മറുപടി ഇന്നത്തെ ക്ലാസ്സിലുണ്ട്. അവസാനം വരെ കാണുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ പരിപാവനമായ റമദാൻ നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്തു, ഒരുപാട് നിസ്കരിച്ചു, ഒരുപാട് സ്വതക്കകൾ കൊടുത്തു. അൽഹംദുലില്ലാഹ് ഒരുപാട് ഇബാദത്തുകൾ നമ്മൾ ചെയ്തു. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചു. അതൊക്കെ കഴിഞ്ഞ് പരിശുദ്ധമായ പെരുന്നാളിൻ്റെ ദിവസം അൽഹംദുലില്ലാഹ് നമ്മൾ വളരെ സന്തോഷത്തിലായിരുന്നു. ആ സന്തോഷം അൽഹംദുലില്ലാഹ് അല്ലാഹു നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ. കഴിഞ്ഞ റമദാനിൽ നമ്മൾ ചെയ്ത എല്ലാ അമലുകളും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും നമുക്ക് ജീവിതത്തിൽ ഒരുപാട് റമദാനുകളെ സ്വീകരിക്കുവാനും അതിലൊക്കെ ഇബാദത്ത് ചെയ്യാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ് നമ്മൾ പെരുന്നാൾ ആഘോഷിച്ചു. ഇപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ഇത് കേൾക്കുന്നത് നിങ്ങളുടെ ബന്ധുവിൻ്റെ വീട്ടിലായിരിക്കാം, ചില ആളുകൾ ഉമ്മാടെ വീട്ടിലായിരിക്കാം, ചില സഹോദരിമാർ സ്വന്തം വീട്ടിലാവാം, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിലാവാം. അവിടെ ഇരുന്നായിരിക്കും ഒരു പക്ഷേ ഈ ക്ലാസ് നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും പെരുന്നാളിൻ്റെ സന്തോഷം അത് വല്ലാത്തൊരു സന്തോഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, മുസ്ലിമീങ്ങൾക്ക് മുഅ്മിനീങ്ങൾക്ക് 2 ആഘോഷങ്ങളാണ്. ഒന്ന് ചെറിയ പെരുന്നാൾ, 2 വലിയ പെരുന്നാൾ. ആ ഈദുൽ ഫിത്തറിൻ്റെ ആ ഒരു സുഖവും രസവും, ആ മുല്ലപ്പൂവിൻ്റെ മണവും അതൊക്കെ കഴിഞ്ഞ് ആ പരിശുദ്ധമായ റമദാനിൻ്റെ ആ 30 ദിവസത്തെ ആത്മ നിർവൃതി അതൊക്കെ കഴിഞ്ഞിട്ടാണ് അൽഹംദുലില്ലാഹ് നമ്മളുള്ളത്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരാം. കഴിഞ്ഞ ഒരു മാസം നമ്മൾ അനുഷ്ഠിച്ച നോമ്പിൻ്റെ, നമ്മൾ പിടിച്ച നോമ്പുകളുടെ, അതുപോലെ നമ്മൾ നിസ്കരിച്ച നിസ്കാരങ്ങളുടെ, കൊടുത്ത സ്വതക്കകളുടെ, ഓതിയ ഖുർആൻ പാരായണത്തിൻ്റെ ആ ഒരു നല്ല ആത്മീയ അന്തരീക്ഷം ഇപ്പോഴും നമ്മുടെ ശരീരത്തിനുമുണ്ട്, നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അത് ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെ നഷ്ടപ്പെടാതെ നമുക്ക് നോക്കാം എന്നുള്ള ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് പറയാൻ പോകുന്നത്. അപ്പൊ ഇനി മുതലുള്ള ദിവസം ഇൻഷാ അല്ലാഹ് എങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതം നമ്മൾ ചിട്ടപ്പെടുത്തേണ്ടത്, അതോടൊപ്പം തന്നെ പരിപാവനമായ ഈ ശവ്വാൽ മാസത്തിൽ നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതും ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. പരിശുദ്ധമായ ഹിജ്റ കലണ്ടറിന്റെ 10ാമത്തെ മാസമാണ് ശവ്വാൽ മാസം. അതായത് വിശുദ്ധമായ റമദാൻ, ആ റമദാനിൽ നമ്മൾ അനുഷ്ഠിച്ച നോമ്പ്, ആ 30 ദിവസം അല്ലെങ്കിൽ 29 ദിവസത്തെ നോമ്പ് വ്രതാനുഷ്ഠാനത്തിന് ശേഷം മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അല്ലാഹു തആല സന്തോഷിക്കാനുള്ള ഒരു ദിനം കൊടുക്കുകയാണ് ശവ്വാൽ മാസത്തിൻ്റെ ആദ്യത്തെ ദിനം. ശവ്വാൽ മാസത്തിൻ്റെ ആദ്യത്തെ ദിനത്തിൽ, പെരുന്നാൾ ദിവസത്തിൽ നോമ്പ് പിടിക്കൽ ഹറാമാണ്. ചില ആളുകൾ കരുതും 30 ദിവസം നമ്മൾ നോമ്പ് പിടിച്ചില്ലേ, 29 ദിവസം നമ്മൾ നോമ്പ് പിടിച്ചില്ലേ, ഇനിയിപ്പോൾ ഈ പെരുന്നാൾ ദിവസവും ഞാൻ നോമ്പ് പിടിക്കാൻ പോവുകയാണ് എന്നൊരാൾക്ക് കരുതാൻ പാടില്ല. അയാൾ അങ്ങനെ പെരുന്നാൾ ദിവസം നോമ്പ് പിടിക്കാൻ പാടില്ല, അത് ഹറാമാണ്. കാരണം അള്ളാഹു അവനോട് പറഞ്ഞ ആ 1 മാസക്കാലം നോമ്പ് പിടിച്ച് അവൻ്റെ ശരീരവും അവൻ്റെ മനസ്സുമൊക്കെ അള്ളാഹു പറഞ്ഞ രൂപത്തിലേക്ക് പാകപ്പെട്ട് കഴിഞ്ഞു. ഇനി സന്തോഷത്തിന്റെ ദിനങ്ങളാണ്. ഇനി അവൻ അത്രയും ദിവസം ചെയ്ത ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിക്കണേ എന്നുള്ള തേട്ടം നടത്തേണ്ട ഒരു മാസമാണ് പരിശുദ്ധമായ ശവ്വാൽ മാസം.
അപ്പോൾ ഹിജ്റ കലണ്ടറിൻ്റെ 10ാമത്തെ മാസമാണ് ശവ്വാൽ മാസം. എല്ലാ നല്ല കാര്യങ്ങളും നമുക്ക് തുടങ്ങാൻ പറ്റിയ അതിപ്രധാനപ്പെട്ട ഒരു മാസമാണ് ശവ്വാൽ മാസം എന്നുള്ളത്. ഇപ്പോൾ ഈ ശവ്വാൽ മാസത്തിൽ ഒരുപാട് നിക്കാഹുകൾ, കല്യാണങ്ങൾ നടക്കാനുണ്ട്. കല്യാണം ഉറപ്പിക്കാനും കല്യാണം നടത്താനും ഒക്കെ പറ്റിയ ഒരു മാസമാണ് പരിശുദ്ധമായ ശവ്വാൽ മാസം. ചിലപ്പോൾ ചില ആളുകൾ ഈ റമദാന് മുമ്പ് നിക്കാഹ് നടത്തി വെക്കും. കൂട്ടിക്കൊണ്ടു പോവലും വലീമയൊക്കെ ചിലപ്പോൾ ഈ റമദാന് ശേഷം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടാകും. അങ്ങനെ തീരുമാനിക്കുമ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ട്, അത് വീടുകൂടലാവട്ടെ, പിന്നെ കൂട്ടിക്കൊണ്ടുപോവലാവട്ടെ, അല്ലെങ്കിൽ നിക്കാഹിൻ്റെ വലീമ നടത്തൽ, ബാക്കി സൽക്കാരം, എല്ലാം നിക്കാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടത്താൻ ഏറ്റവും നല്ല ഒരു മാസമാണ് പരിശുദ്ധമായ ശവ്വാൽ മാസം. നിക്കാഹിൻ്റെ കാര്യം മാത്രമല്ല, നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട് വീട് പാലുകാച്ചൽ, അതുപോലെ തന്നെ വീടിന് കുറ്റിയടിക്കൽ, അതുപോലെ വീട് പണി തുടങ്ങൽ, എല്ലാം പറ്റിയ ഒരു മാസം കൂടിയാണ് ശവ്വാൽ മാസം. നല്ല കാര്യങ്ങൾ എന്തുണ്ടോ അതൊക്കെ നമുക്ക് തുടങ്ങാൻ പറ്റിയ മാസമാണ് പരിശുദ്ധമായ ശവ്വാൽ മാസം എന്ന് നമുക്ക് മഹത്തുക്കളായ ആളുകൾ പഠിപ്പിച്ചു തരികയാണ്. ഇപ്പോൾ ഈ ശവ്വാൽ മാസത്തിലാണ് നമ്മുടെ മക്കളുടെ മദ്രസയൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തോളം നോമ്പുമായി ബന്ധപ്പെട്ട് അടച്ചിരുന്ന മദ്രസകളൊക്കെ ഇനി തുറന്നു പ്രവർത്തിക്കുകയാണ്. ദർസുകളൊക്കെ തുറക്കുകയാണ്. അറബി കോളേജുകളൊക്കെ തുറക്കുകയാണ്. അപ്പോൾ പുതിയൊരു പഠന ആരംഭം തുടങ്ങുന്ന ഒരു മാസം കൂടിയാണ് ശവ്വാൽ മാസം. അതിന് പറ്റിയൊരു മാസമാണ് ശവ്വാൽ. അതുകൊണ്ടാണ് പഴയ കാലം മുതലേ ഉസ്താദുമാര് റമദാൻ കഴിഞ്ഞ് ശവ്വാൽ ഒരു നല്ല മാസമായതുകൊണ്ടാണ് ഈ ശവ്വാൽ മാസത്തിൽ തന്നെ എന്താക്കുന്നത്, ഈ ദർസുകളും അറബി കോളേജുകളും മദ്രസകളൊക്കെ തുറന്ന് വീണ്ടും പ്രവർത്തിക്കാനുള്ള അനുവാദം തന്നത് ഈ ശവ്വാൽ മാസം നല്ല മാസമായതുകൊണ്ടാണ്. ഇപ്പൊ നല്ലൊരു വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നു, അപ്പോൾ അതിന് പറ്റിയ മാസമാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീട് താമസത്തിന് പറ്റിയ മാസമാണ്. അൽഹംദുലില്ലാഹ് നല്ല ഒരു മാസമാണ് ശവ്വാൽ മാസം. ശവ്വാൽ മാസം ഒരു എന്താ പറയുക, നെഹ്സിൻ്റെ മാസം അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എല്ലാ മാസത്തിലും ചില ദിവസങ്ങൾ നെഹ്സുണ്ട്. അപ്പോൾ ആ ഒരു നെഹ്സുള്ള ഈ ശവ്വാൽ മാസത്തിലെ നെഹ്സുള്ള ചില ദിനങ്ങൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരാം. അതായത് ശവ്വാൽ 2, ശവ്വാൽ 3, ശവ്വാൽ 5, ശവ്വാൽ 16, ശവ്വാൽ 21, ശവ്വാൽ 24, ശവ്വാൽ 25, ശവ്വാൽ 26. ഈ ദിവസങ്ങളൊക്കെ നഹ്സുള്ള ദിവസങ്ങളാണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മളിപ്പോൾ നേരത്തെ ഷെഡ്യൂൾ ചെയ്ത് വെച്ച, അല്ലെങ്കിൽ നേരത്തെ തീരുമാനിച്ച് വെച്ച കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്ത് ചെയ്യണം? നല്ലതുപോലെ അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം. ഇനി എന്തെങ്കിലും ഒരു നല്ല കാര്യം നമ്മൾ ചെയ്യാൻ ഇനി ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ നഹ്സുള്ള ദിവസങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള ഏതെങ്കിലും ഒരു ദിവസം തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ മകളുടെ കല്യാണം നമ്മൾ തീരുമാനിച്ചു വെച്ചു, നമ്മൾ റമദാനിക്ക് മുമ്പേ തീരുമാനിച്ചതാണ്. അത് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ശവ്വാൽ 5-നാണ്. ശവ്വാൽ 5 ഞായറാഴ്ചയാണ് നമുക്ക് ഓഡിറ്റോറിയം കിട്ടിയത്, അല്ലെങ്കിൽ നമ്മൾ മകളുടെ കല്യാണം ഫിക്സ് ആക്കി വെച്ചത്. അപ്പോൾ ഇനി മാറ്റാൻ പറ്റൂല ഉസ്താദ്, എന്ത് ചെയ്യും? നഹ്സുള്ള ദിവസം കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യാം? അന്നത്തെ ദിവസം നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരും സുബഹി നമസ്കാരം ഖളാ ആക്കരുത്. അതിനുശേഷം നമുക്ക് ഈ നഹ്സുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യേണ്ടി വന്നാൽ നമ്മൾ ചെയ്യേണ്ട ചില അമലുകളുണ്ട്. വേറെ ഒന്നുമില്ല. അന്നത്തെ ദിവസം സുബഹി നമസ്കാരം നമ്മൾ ഖളാ ആക്കാൻ പാടില്ല. സുബഹി നമസ്കാരം കഴിഞ്ഞ ഒരു സൂറത്ത് യാസീൻ ഓതുക. അതുപോലെ തന്നെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുപോലെ ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. ഇതൊക്കെ അറിയാവുന്ന ദിക്ർ, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ദിക്റാണ്. ആ ദിക്ർ, അതുപോലെ അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, അങ്ങനെ ഒരുപാട് ദിക്റുകളൊക്കെ ഉണ്ട്. ആ ദിക്റുകളും പിന്നെ അറിയാവുന്ന സ്വലാത്തുകളൊക്കെ ചൊല്ലി അള്ളാഹുവിനോട് ദുആ രക്കണം. പടച്ചോനെ, ഇന്ന് പരിശുദ്ധമായ ഈ ശവ്വാൽ മാസത്തിന്റെ ഈ ദിവസം ഞാനൊരു നല്ല കാര്യത്തിന് പോവുകയാണ്, എൻ്റെ മകളുടെ കല്യാണമാണ്, അല്ലെങ്കിൽ എൻ്റെ വീട് പരതാമസമാണ്, അല്ലെങ്കിൽ ഞാനൊരു വാഹനം എടുക്കാൻ പോവുകയാണ്, നീ അതിൽ ബറക്കത്ത് തരണേ എന്ന് നല്ലപോലെ ദുആ ചെയ്തിട്ട് വേണം അന്നത്തെ ദിവസം ആ ഒരു നല്ല കാര്യം ചെയ്യാൻ. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു. ഇനി ഒരു സ്വലാത്ത് പറഞ്ഞു തരാം. ഏതാണ് ആ സ്വലാത്ത്? ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള ഈ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നു, ഒരു നല്ല കാര്യം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുകയും അത് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു സ്വലാത്ത് നമ്മൾ പറ്റുന്ന രൂപത്തിൽ പറഞ്ഞിട്ട് നമ്മൾ ആ കാര്യത്തിലേക്ക് ഇറങ്ങിയാൽ അള്ളാഹുവിൻ്റെ വലിയ സഹായം ഉണ്ടാകും. നമുക്കറിയാവുന്ന സ്വലാത്താണ്, ഒന്ന് പറഞ്ഞാലോ? അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അല്ലദീ അശ്റഖത്തിദ് ദുനിയാ ബിബഹ്ജതിഹി.
വളരെ സിമ്പിളായ സ്വലാത്ത് എന്ന് പറഞ്ഞേ, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അല്ലദീ അശ്റഖത്തിദ് ദുനിയാ ബിബഹ്ജതിഹി. വളരെ സിമ്പിളാണ്. ഒന്ന് നമ്മളൊന്ന് നോക്കി ഓതാം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. നോക്കി ഒന്ന് ഓതിയാൽ മതി. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അല്ലദീ അശ്റഖത്തിദ് ദുനിയാ ബിബഹ്ജതിഹി. അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള ഈ സ്വലാത്ത് ഒരു മനുഷ്യൻ എന്ത് നല്ല കാര്യമാണോ അവൻ ചെയ്യാൻ പോകുന്നത് അതിനു മുമ്പ് അവൻ പറഞ്ഞു കഴിഞ്ഞാൽ അവനിക്ക് അല്ലാഹു അവൻ എന്ത് കാര്യമാണോ ഉദ്ദേശിച്ചത് അതിലെല്ലാവിധ ഖൈറും തരുന്നതാണ്, ബറക്കത്തും തരുന്നതാണ്. അല്ലാഹു തആല നമുക്ക് ഖൈറും ബറക്കത്തും തരുമാറാവട്ടെ. ശവ്വാൽ മാസം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് ശവ്വാൽ മാസത്തിലെ 6 നോമ്പുകളാണ്, അല്ലെ? പരിശുദ്ധമായ റമദാൻ മാസം കടന്നു കഴിഞ്ഞാൽ, വിട പറഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഗോൾഡൻ ചാൻസ്, ഒരു വലിയ ഒരു ഓഫറാണ് ശവ്വാൽ മാസത്തിലെ 6 നോമ്പ് എന്നുള്ളത്. ശവ്വാലിൽ 6 നോമ്പ് സുന്നത്തുണ്ട്. എൻ്റെ പൊന്നുസ്താദ്, ഇത് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് തോന്നും ഇനിയും നോമ്പോ. ഞങ്ങൾ കഴിഞ്ഞ മാസം മുഴുവനും നോമ്പ് പിടിച്ചു, റമദാനിൽ മൊത്തം നോമ്പ് പിടിച്ചു, നല്ല ചൂടായിരുന്നു, ഇനിയും നോമ്പോ? ഇത് നിർബന്ധമായ കാര്യമല്ല. നമ്മുടെ പഴയ വല്ലുമ്മമാരും വല്ലുപ്പമാരും നമ്മുടെ മുൻഗാമികളിൽ ഭൂരിഭാഗം ആളുകളും അനുഷ്ഠിച്ചിരുന്ന ഒരു നോമ്പാണ് എന്ത്? ഈ റമദാൻ മാസം കഴിഞ്ഞിട്ടുള്ള ശവ്വാൽ മാസത്തിലെ 6 നോമ്പ് എന്നുള്ളത്. ശവ്വാൽ മാസത്തിൽ നിന്നും 6 നോമ്പ് തുടർച്ചയായ ഒരു മനുഷ്യൻ പിടിച്ചാൽ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, മൻ സ്വാമ റമളാന സുമ്മ അത്ബഅ സിത്തം മിൻ ശവ്വാൽ കാന കസ്വിയാമിദ് ദഹർ. ഒരു മനുഷ്യൻ അവൻ റമളാൻ മാസത്തിൽ നോമ്പ് പിടിച്ചു, റമളാൻ കഴിഞ്ഞ് അവന്റെ ജീവിതത്തിലേക്ക് വരുന്ന ശവ്വാൽ, ആ ശവ്വാൽ മാസത്തിൽ അവൻ തുടർച്ചയായ ഒരു 6 നോമ്പ് അവൻ പിടിക്കുകയാണ് എങ്കിൽ കസ്വിയാമിദ് ദഹർ, കാലഘട്ടം മുഴുവനും വർഷം മുഴുവനും നോമ്പ് പിടിച്ചതുപോലൊരു പ്രതിഫലം അല്ലാഹു നൽകും. മറ്റൊരു ഹദീസിൽ അവന്റെ ഉമ്മിച്ച അവനെ പ്രസവിച്ച സമയത്ത് അവൻ എത്രമാത്രം ശുദ്ധ പ്രകൃതിയായിരുന്നോ അതുപോലെ അല്ലാഹു അവനെ ശുദ്ധീകരിക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നിർബന്ധമായ കാര്യമല്ല, സുന്നത്താണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ റമദാനിൽ ഇപ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരിലെ സഹോദരിമാരിലെ എത്രയോ പേർക്കാണ് നിങ്ങൾക്ക് ചിലപ്പോൾ 6 നോമ്പും 5 നോമ്പും 7 നോമ്പൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം നിസ്കാരമില്ലാത്ത സമയത്ത്. അപ്പോൾ നിങ്ങൾക്ക് വലിയൊരു ചാൻസ് ആണ് ഈ ശവ്വാൽ മാസത്തിൽ നിങ്ങളുടെ ഖളാ ആയി പോയ ആ നോമ്പും അതുപോലെ ശവ്വാലിൽ സുന്നത്തായിട്ടുള്ള ഈ നോമ്പും ഒന്നിച്ച് നിങ്ങൾക്ക് പിടിക്കാം. വലിയ പ്രതിഫലമാണ്. അതായത് ശവ്വാൽ 2 മുതൽ തുടങ്ങൽ ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ ശവ്വാൽ 1 കഴിഞ്ഞു, പിന്നെ 2ആണ്. ഇന്ന് മുതൽ നോമ്പ് പിടിക്കാം. ഉസ്താദ് ഇന്ന് പിടിക്കാൻ പറ്റില്ല, വേണ്ട നാളെ തൊട്ട് പിടിക്കാം. അല്ലാഹു ഉസ്താദ് നാളെ നമുക്ക് ഒരു കല്യാണമുണ്ട്, വേണ്ട മറ്റന്നാൾ തൊട്ട് പിടിക്കാം. ശവ്വാൽ തീരുന്നതിന് മുമ്പ്, ശവ്വാലിൻ്റെ ആദ്യത്തെ ദിവസം ആവൽ ഖൈറാണ്, ആദ്യത്തെ ദിനങ്ങളിൽ ആവൽ ഖൈറാണ്. ഇനി ശവ്വാലിൽ നമുക്ക് തുടർച്ചയായിട്ട് ഒരു 6 ദിവസം എപ്പോഴാണോ നോമ്പ് പിടിക്കാൻ പറ്റുന്നത് ആ സമയത്ത് നമ്മൾ ഇത് പിടിച്ചു വീട്ടുക. ഇതെന്താണ്? സുന്നത്തായ കാര്യം, നിർബന്ധമല്ല കേട്ടോ, സുന്നത്താണ്. ശാരീരികമായി വേറെ പ്രയാസമൊന്നുമില്ല എങ്കിൽ നമുക്കിത് പിടിക്കൽ വളരെ നല്ലതാണ്. കാരണം കാലഘട്ടം മുഴുവനും നോമ്പ് പിടിച്ചതിന് പോലത്തെ പ്രതിഫലമാണ്. കാരണം റമളാൻ മാസത്തിന്റെ നോമ്പ് പിടുത്തം, നോമ്പും പെരുന്നാളും കഴിഞ്ഞാൽ പിശാച് വിചാരിക്കുമെന്നാൽ രക്ഷപ്പെട്ടു, ഇനി ഇവൻ അടുത്ത റമളാനിലല്ലേ നോമ്പ് പിടിക്കൂ, അതുവരെ ഇവനെ വഴിപിഴപ്പിക്കാമല്ലോ എന്ന് ശൈത്താൻ വിചാരിക്കുമെന്നാൽ ആ സമയത്ത് ഈ ശവ്വാൽ മാസത്തിൽ തന്നെ ഒരു 6 നോമ്പ് കൂടി നമ്മൾ പിടിച്ചാൽ പിശാച് പിന്നെ ആ വഴിക്കേ വരൂല എന്നാണ്. പിശാചിന്റെ ഉപദ്രവത്തെ തൊട്ട് നമുക്ക് വലിയൊരു കാവലുണ്ടാകും, പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്നുള്ള കാവലുണ്ടാകുമെന്നാണ്. അപ്പോൾ ഇനി 6 നോമ്പ് പിടിക്കുന്ന ആളുകളുണ്ടെങ്കിൽ കഴിഞ്ഞ റമളാനിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഏതെങ്കിലും ഒരു നോമ്പുണ്ടെങ്കിൽ അല്ലാഹുവേ ഈ റമളാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പ് ഞാൻ ഇതാ ഖളാ വീട്ടുന്നു. അതോടൊപ്പം തന്നെ ശവ്വാൽ മാസത്തിൽ നിന്ന് സുന്നത്തായ 6 നോമ്പുണ്ടല്ലോ അതിൽപ്പെട്ട ഒരു നോമ്പ് ഞാൻ ഇതാ പിടിച്ചു വീട്ടുന്നു എന്ന് നമ്മൾ മനസ്സിൽ കരുതി നമുക്ക് നിയ്യത്ത് വെക്കാം. എന്നിട്ട് നമുക്ക് നോമ്പ് പിടിക്കാവുന്നതാണ്. അപ്പോൾ നിയ്യത്ത് മറന്നു പോവണ്ട. നിങ്ങൾക്ക് 6 നോമ്പ് പിടിക്കാൻ പറ്റുമോ? ഖൈറാണ്. തുടർച്ചയായി പിടിക്കാൻ പറ്റുമോ? ഏറ്റവും നല്ലതാണ്. ഇനിയിപ്പോൾ ഒരു സഹോദരി അവരിപ്പോൾ 4 നോമ്പ് പിടിച്ചു, 5ാമത്തെ നോമ്പിൻ്റെ അന്ന് അവർക്ക് നിസ്കാരം പോയി, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു, പിടിക്കാൻ പറ്റിയില്ല, വേണ്ട, നമുക്കപ്പോൾ നമ്മൾ ഒരു 4 നോമ്പ് പിടിച്ചില്ലേ, അപ്പോൾ എപ്പോഴാണ് ഇനി നമ്മുടെ രോഗം ശിഫയാകുന്നത് അതിനുശേഷം നമുക്കിനി ബാക്കി 2 നോമ്പ് കൂടി പിടിച്ചു വിട്ടാം. മനുഷ്യനാണല്ലോ, ഏത് സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറ്റാം. അല്ലാഹു എല്ലാ അപകടങ്ങളെ തൊട്ട് നമ്മളെ കാക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ഇപ്പോൾ റമദാനിൽ യാത്രക്കാരായിരുന്നു,
അപ്പോൾ നോമ്പ് പിടിക്കാൻ പറ്റിയിട്ടില്ല. രോഗികളായിരുന്നു, നോമ്പ് പിടിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ റമദാന് നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോയ നോമ്പുണ്ടല്ലോ. ചില കുട്ടികൾ പരീക്ഷ ആയതുകൊണ്ട് നോമ്പ് പിടിച്ചിട്ടില്ല, ഉസ്താദ് ചൂടാണ് ഞങ്ങൾക്ക് പിടിക്കാൻ പറ്റൂല, പിടിച്ചിട്ട് പരീക്ഷ എഴുതാൻ പറ്റൂല, അങ്ങനെ പ്രയാസങ്ങൾ പറഞ്ഞിട്ട് പരീക്ഷയുടെ കാരണം പറഞ്ഞ് നോമ്പ് പിടിക്കാൻ പറ്റാതെ പോയ ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം ഇൻഷാ അള്ളാഹ് നമുക്ക് നോമ്പ് ഖളാ വീട്ടാൻ പറ്റിയ മാസമാണ് ഈ ശവ്വാൽ മാസം. അപ്പോൾ ഈ നമ്മളിപ്പോൾ ഫർദ് നിസ്കരിക്കൂലേ, ദുഹ്ർ അസർ മഗ്രിബൊക്കെ നിസ്കരിക്കൂലേ, അപ്പോൾ ആ ഫർദ് നിസ്കാരത്തിന് മുമ്പും ശേഷവും നമ്മൾ റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കും, നമ്മൾ റവാത്തിബ് നിസ്കരിക്കും. എന്നതുപോലെ നോമ്പിൻ്റെ കഴിഞ്ഞ ഈ റമദാൻ മാസത്തിൻ്റെ പാകപ്പിഴവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടാൻ രണ്ട് മാർഗം. ഒന്ന് ഫിത്ർ സക്കാത്ത്, അത് നമ്മൾ കൊടുത്തു. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്താൽ വലിയ പുണ്യം കിട്ടുന്ന, നമ്മൾ കഴിഞ്ഞ മാസം റമദാനിൽ ചെയ്ത നോമ്പിൻ്റെ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ പറ്റിയ ഒരു കാര്യം കൂടിയാണ് ഈ ശവ്വാൽ മാസത്തിലെ 6 നോമ്പെന്നും നമുക്ക് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുകയാണ്. ഹംബലി മദ്ഹബ് അനുസരിച്ച് ഈ 6 നോമ്പ് പിടിച്ചാൽ ഓരോ ഫർദിന്റെ കൂലിയാണെന്ന് പോലും മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ മഹാനായ ഇമാം നവവി തങ്ങൾ പറയുകയാണ്, ശവ്വാലിൽ നിന്നും ഏതെങ്കിലും ഒരു മനുഷ്യൻ തുടർച്ചയായി ഈ 6 നോമ്പ് പിടിച്ചാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം കാലഘട്ടം മുഴുവനും പിടിച്ചതുപോലെ. നമ്മൾ നേരത്തെ പറഞ്ഞു, കാലഘട്ടം മുഴുവനും നോമ്പ് പിടിച്ചവനെ പോലെയാകും. മാത്രമല്ല പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും കാവൽ കിട്ടും. മാത്രമല്ല അവനിക്ക് അല്ലാഹു തആല അവൻ്റെ ഉമ്മ അവനെ പ്രസവിച്ച സമയത്ത് എത്രമാത്രം ശുദ്ധ പ്രകൃതിയായിരുന്നു, ആ രൂപത്തിൽ അള്ളാഹു അവനെ മാറ്റുന്നതാണ്. മാത്രമല്ല അവൻ്റെ ഇനി ഈ വർഷം വരാനിരിക്കുന്ന എല്ലാ ആപത്തുകളും അള്ളാഹു താല അവനെ തൊട്ട് മാറ്റിക്കളയുമെന്ന് മഹാനായ ഇമാം നവവി തങ്ങൾ നബി തങ്ങളുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. അപ്പോൾ ചെയ്താൽ നല്ലതാണ്, ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യുക. അള്ളാഹു താല ഈ നോമ്പും കൂടി നമുക്ക് പിടിക്കാനുള്ള തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഈ നോമ്പുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ കാര്യങ്ങളാണ്. പിന്നെ ഈ ശവ്വാൽ മാസത്തിൽ ഒരുപാട് മഹത്തുക്കൾ മരണപ്പെട്ടു പോയൊരു മാസം കൂടിയാണ്. ഒരുപാട് പേര് മരണപ്പെട്ടു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൊച്ചാപ്പയായിരുന്ന ഹംസ റളിയല്ലാഹു തആല അൻഹു അല്ലെ, ഉഹദ് യുദ്ധത്തിൽ വെച്ചിട്ട് ശരീരം ഇങ്ങനെ കീറുമുറിക്കപ്പെട്ട് നെഞ്ച് പിളർന്ന് വളരെയധികം വികൃതമായ രൂപത്തിൽ മഹാനവറുകൾ ഷഹീദാക്കപ്പെടുകയാണ്. ആ ഒരു സംഭവം നടന്നത് മഹാനായ ഹംസ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ആ ഷഹാദത്ത് ഉണ്ടായത് ഈ ഒരു ശവ്വാൽ മാസത്തിലാണ്. മഹാനായ ഇമാം ബുഖാരി തങ്ങൾ, മഹാനായ ഇമാം റാസി, മഹാനായ ഇമാം ദാറഖുത്നി, മഹാനായ ഇമാം തൊബരി, അതുപോലെ തന്നെ മഹാനായ ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹിം ഇവരെല്ലാം വഫാത്തായത് ഈ ഒരു മാസത്തിലാണ്. അതുപോലെ തന്നെ എൻ്റെ നാടാകുന്ന ആലപ്പുഴ ജില്ലയിലെ വടുതല എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആ ഒരു പള്ളി, കാട്ടുപുറം, എൻ്റെ മഹല്ല് പള്ളി കാട്ടുപുറം ജുമാ മസ്ജിദ് എന്ന് പറയും, കോട്ടൂർ കാട്ടുപുറം പള്ളി. ഈ കോട്ടൂർ പള്ളി അതായത് ഏകദേശം ഒരു 250-250 വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇന്നും അവിടെ എന്താണ് 2-3 നിലയൊക്കെ ഉണ്ട്, മുകളിലത്തെ നിലയിൽ ജിന്നുകളുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു, അല്ലാഹു ആലം. അപ്പോൾ ആ ഒരു പള്ളി പണിയാൻ കാരണക്കാരായ മഹാനായ സയ്യിദ് മൗലൽ ബുഖാരി തങ്ങൾ, അതുപോലെ തന്നെ എൻ്റെ അടുത്തൊരു പ്രദേശമാണ് നെട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ പള്ളി. പിന്നെ അതുപോലെ തന്നെ എടപ്പള്ളി ഭാഗത്തുള്ള വെണ്ണല വടക്കനോത്ത് പള്ളി, അതൊക്കെ മഹാനവറുകളാണ് പണി കഴിപ്പിച്ചതെന്നാണ്. ഇപ്പോൾ മഹാനവറുകളുടെ ഖബറുള്ളത് കണ്ണൂർ സിറ്റി ജുമാ മസ്ജിദിൻ്റെ പരിസരത്താണ്. അപ്പോൾ ആ വലിയ മഹാനവറുകൾ വഫാത്തായതും ഇതുപോലെ ഒരു ശവ്വാൽ മാസത്തിലായിരുന്നു. അതുപോലെ തന്നെ ഈ സ്വപ്ന വ്യാഖ്യാനം നടത്തുന്നതിൽ വലിയ പ്രാവീണ്യം നേടിയ മഹാനായ ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ ഇ.കെ. ഹസൻ മുസ്ലിയാർ, അതുപോലെ തന്നെ ജുനൈദുൽ ബാഗ്ദാദി തങ്ങൾ, ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ, CM മടവൂർ വലിയുള്ള തുടങ്ങിയ ഒരുപാട് മഹത്തുക്കൾ വഫാത്തായ ഒരു മാസം കൂടിയാണ് ഈ ശവ്വാൽ മാസം. അപ്പോൾ എന്തുകൊണ്ടും അതിശ്രേഷ്ഠമായ പവിത്രതകളെ നിറഞ്ഞ റമളാനിന് ശേഷമുള്ള ഒരു സുന്ദരമായ മാസമാണ് ശവ്വാൽ മാസം. ഈ ശവ്വാൽ മാസത്തിൽ റമളാനിൽ നമ്മൾ നേടിയെടുത്ത ആ ഒരു ചൈതന്യം നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവർത്തനത്തിലേക്കും പോകരുത്. ഇപ്പൊ ചെറുപ്പക്കാരൊക്കെ വലിയ ആശ്വാസത്തിലാണ്, റമളാൻ കഴിഞ്ഞു, നോമ്പ് കഴിഞ്ഞു, ഇനി എല്ലാ റമളാന് മുമ്പ് ചെയ്തു വെച്ച അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ തെറ്റുകളും ഇനിയും ചെയ്യാം എന്ന് വിചാരിച്ച് എല്ലാത്തിനും ലൈസൻസ് കിട്ടിയെന്ന് ആരും വിചാരിക്കേണ്ട. റമളാനിൽ നമ്മൾ നേടിയെടുത്ത ആ ചൈതന്യം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ശവ്വാൽ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും അല്ലാഹു തആല കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. ഇനിയും ജീവിതത്തിൽ ഒരുപാട് റമളാനുകളെ സ്വീകരിക്കുവാനും ഒരുപാട് ഇബാദത്ത് ചെയ്യാനും അല്ലാഹു തൗഫീക്ക് തരട്ടെ. കഴിഞ്ഞ റമളാനിലും അതുപോലെ പെരുന്നാളിൻ്റെ ദിവസത്തിലേക്ക് നമ്മൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത അനവധി പേരുണ്ട്. എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. കമന്റുകൾ രേഖപ്പെടുത്തുന്നവർ,
അതുപോലെ ഫോണിൽ വിളിച്ച് നേരിട്ട് കണ്ട് ദുആ വസിയത്ത് പറയുന്നവർ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.